ലോക്കിയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ ടൊവിനോനെ കണ്ടിട്ട് അത് മണിയെന്നില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ജയസൂര്യ കത്തനാറും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒടിയനും ഈ യൂണിവേഴ്സിൽ വന്ന് ഓടിയെന്നും ചോദിക്കുന്നുണ്ട്. ഇത് പോസിബിൾ ആണോ എന്ന് നോക്കിയാലോ. പല സിനിമകളിലെ ക്യാരക്ടേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോൾ മാർവൽ യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ സ്പൈഡർമാൻ മൂവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അയൺമാനോ ക്യാപ്റ്റൻ അമേരിക്കയോ ഒന്നും കാണില്ല. അതേപോലെ തന്നെ ഈ എക്സ്മാൻ മൂവീസ് എടുത്താൽ പോലും അതിലും അവെഞ്ചേഴ്സ് ഒന്നും കാണില്ല. എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. പക്ഷേ ഇൻ ഷോർട്ടായി പറയാനാണെങ്കിൽ ദ റൈറ്റ് എ ക്രിയേറ്റർ ഹാവ് ഓവർ ഇറ്റ്സ് ക്രിയേഷൻസ്. ഇനി മാർവലിന്റെ കേസ് എടുക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിളായിട്ട് പറയാം. 2019 വരെ എക്സ്മെന്റെ റൈറ്റ്സ് ഫോക്സ് സ്റ്റുഡിയോസിനായിരുന്നു. 19 ഡിസ്നി ഫോക്സിനെ വാങ്ങി. സോ അതിന് ശേഷം വന്ന പടങ്ങളിൽ മാത്രമാണ് നമുക്ക് MCUവിൽ എക്സ്മെൻ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ സ്പൈഡർമാന്റെ കേസ് എടുത്താൽ സ്പൈഡർമാന്റെ റൈറ്റ്സ് സോണിയുടെ കയ്യിലാണ്. അതായത് ഇതുവരെ ഇറങ്ങിയ എല്ലാ സ്പൈഡർമാൻ മൂവീസും സോണിയുടെ പ്രൊഡക്ഷന്റെ താഴെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ MCUയുടെ ഉള്ളിൽ സ്പൈഡർമാൻ വരുമ്പോൾ അത് മാർവലും സോണിയും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതായത് ഡിഫറെന്റ് യൂണിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് പ്രൊഡക്ഷൻ ഹൗസിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നിച്ച് വരണമെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അസോസിയേഷൻ വേണം. ഈ അസോസിയേഷൻ ഒരു ഹോളിവുഡിൽ നടക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം അവിടെ 5-6 മേജർ സ്റ്റുഡിയോസേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഓരോ ഇൻഡസ്ട്രിക്കും ഇഷ്ടം പോലെ പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. സോ തിങ്സ് ഗെറ്റ് വെരി കോംപ്ലിക്കേറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോക്കിയുടെ LCU എടുത്താൽ അതിലിപ്പോൾ വിക്രമിൽ കൈദിനെ കാണിക്കുന്ന 1-2 സെക്കൻഡ്സേ വരുന്നുള്ളൂ. ആ 2 സെക്കൻഡ്സിന് വേണ്ടിയിട്ട് കൈദിയുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ദേ ഷുഡ് ബൈ ദ NOC, അല്ലെങ്കിൽ അവരെ പെർമിഷൻ വാങ്ങിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മ്യൂസിക് വേറെ ബാനറിൽ വരുന്നെങ്കിൽ അതിന്റെ മ്യൂസിക്കോ അല്ലെങ്കിൽ BGM യൂസ് ചെയ്യെങ്കിൽ അതിനും അവരുടെ പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനെ വെറുതെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ലീഗൽ ഇഷ്യൂസും ആവാം. അങ്ങനെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടായ കേസസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയർ റിലീസായ ഒരു രാജ്കുമാർ റാവുടെ പടം, അത് രാജ്കുമാർ റാവു ഉള്ളത് കൊണ്ട് തന്നെ അവര് സ്ത്രീയുടെ എന്തോ ഒരു കോമഡി സീക്വൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് സ്ത്രീയുടെ പ്രൊഡ്യൂസേഴ്സ് അതിന് കേസും കൊടുത്ത് ആ സീൻ കട്ട് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. ഗെറ്റിംഗ് ബാക്ക് ടു ലോക്ക. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുണ്ടാവും ചാത്തിന് നീലിയൊക്കെ ഇതിനു മുമ്പും കുറെ സിനിമകൾ വന്നിട്ടില്ലേ, അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലേന്ന്. വെൽ, ഇഷ്യൂസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ചാത്തിന് നീലിയെല്ലാം മിത്തോളജി ബേസ്ഡ് ആണ്. അതായത് ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ ഒറ്റ ഒരാൾക്കാണെന്ന് ആർക്കും വാദിക്കാൻ പറ്റില്ല. ഫോർ ദ സെയിം റീസൺ ഇപ്പോൾ എല്ലാ ചാനൽസിലും അവരുടേതായ രാമായണവും മഹാഭാരതവും അതിന്റെ തന്നെ വേറെ വേറെ ഇന്റർപ്രിട്ടേഷൻസും ഉണ്ട്. സോ അത് ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടേതായ ചാത്തിന്റെയോ നീലിയുടെയോ ഓടി ചെയ്തേ കഥ പറയാം. ആരും ഒന്നും ചെയ്യാൻ പോലില്ല. പക്ഷേ ഇപ്പോൾ ലോക്കിയിൽ വന്ന ചന്ദ്രയുടെ കഥ എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേഫെയറുടെ പെർമിഷൻ വേണം. അതേപോലെ തന്നെ ഇപ്പോൾ ARMന്റെ മണിയുടെ അടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതിനും പെർമിഷൻ വേണം. ഫോർ ദ സെയിം റീസൺ ഐ തിങ്ക് ദാറ്റ് ഇവരൊന്നും കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ ബേസിക്കലി ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫാൻ തിയറീസ് എല്ലാം ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ ഈ IP ആൻഡ് കോപ്പിറൈറ്റ്സിന്റെ കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുപോലത്തെ സ്റ്റോറീസ് വേണമെങ്കിൽ പ്ലീസ് ഫോളോ. ആൻഡ് ഇതുപോലെ ഫാൻ തിയറീസ് അടിച്ചിറക്കി വിടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.